ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ സിപ്പ് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ദീപാവലി. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ പടവലങ്ങ മെഴുക്കുപുരട്ടി. ഇതിലേക്കുള്ള ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ക്ലീൻ ചെയ്ത ചെമ്മീൻ 1 കപ്പ്, പടവലങ്ങ 2 മീഡിയം സൈസ്. പടവലങ്ങയുടെ പുറത്തെ തൊലി കളഞ്ഞ് വാഷ് ചെയ്ത് ഉള്ളിലെ കുരുക്കളെല്ലാം എടുത്തു കളഞ്ഞതിന് ശേഷം നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കുടംപുളി 3 പീസ് കുടംപുളി വാഷ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്തത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, ചെറിയ ഉള്ളി ചതച്ചത് 12 എണ്ണം, വെളുത്തുള്ളി ചതച്ചത് 10 അല്ലി, കറിവേപ്പില 2 തണ്ട്, വറ്റൽമുളക് ചതച്ചത് 1 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഒരു മൺചട്ടിയിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഷ്രിമ്പും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലങ്ങയും വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയും ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 8 തൊട്ട് 10 മിനിറ്റ് വരെ വേവിക്കുക. വേറെ ഒട്ടും വെള്ളം ആഡ് ചെയ്യണ്ട. പടവലങ്ങ വെന്ത് കഴിയുമ്പോൾ അതിൽ നിന്നും വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. ഇതിലെ വെള്ളം കുറേ കൂടി വറ്റാനുണ്ട്. അതുകൊണ്ട് ഇതിന് നമുക്ക് തുറന്നു വെച്ച് ഹൈ ഫ്ലെയിമിൽ വെള്ളം വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളം വറ്റി. നമുക്കിതിനെ മെഴുക്ക് പുരട്ടാം. ഇതിനു വേണ്ടി വേറൊരു സ്കില്ലറ്റിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഇത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി എന്നിവയിട്ട് വഴറ്റുക. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 തണ്ട് കറിവേപ്പിലയിട്ട് വഴറ്റുക. ഇതിപ്പോൾ വഴന്നിട്ടുണ്ട്. ഫ്ലെയിം ലോയിൽ വച്ചതിന് ശേഷം ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, ചതച്ച വറ്റൽമുളക്, കാശ്മീരി മുളക് പൊടി എന്നിവയിട്ട് വഴറ്റുക. ഈ മസാല ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പടവലങ്ങയും ഷ്രിമ്പും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ മസാല നന്നായിട്ട് ചെമ്മീനിലും പടവലങ്ങയിലും ശരിക്കും കോട്ട് ചെയ്യണം. ഇതിലെ വെള്ളം നന്നായിട്ട് വറ്റണം. ഇപ്പോൾ
ഇതിൽ വെള്ളം നന്നായിട്ട് വറ്റി മസാലയെല്ലാം നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പടവലങ്ങ ചെമ്മീൻ മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ പടവലങ്ങ മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.